ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ ആണ് കാണാൻ പോകുന്നത്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻ, ഡൊണേഷൻ ടു എലിജിബിൾ ഫണ്ട്. നമ്മൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൊണേഷൻ തുക നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 80G എന്ന് പറയുന്ന സെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. 80G പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ, ഒരു അസസിക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ഡിഡക്ഷൻ ഷുഡ് ബി മെയ്ഡ് ടു ദ അപ്രൂവ്ഡ് ഫണ്ട് ഓർ ഓർഗനൈസേഷൻ. ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫണ്ടിനോ ഓർഗനൈസേഷനോ, യൂണിസെഫ് പോലുള്ള ഓർഗനൈസേഷൻസിനോ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ സാധാരണ ഒരാള് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അയാൾ കുറച്ച് ഡൊണേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഡിഡക്ഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ മണി, നോട്ട് ഇൻ കൈൻഡ്. പൈസയായിട്ട് കൊടുക്കണം, അല്ലാതെ വസ്തുക്കളായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയൊരു ഒരു ജനറേറ്റർ നിങ്ങൾ ഒരു സ്ഥാപനത്തിന് ഡൊണേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് 80G പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് കിട്ടാൻ എലിജിബിൾ അല്ല. കാരണം നിങ്ങൾ ഇൻ കൈൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടില്ല. അടുത്ത കണ്ടീഷൻ, ഡൊണേഷൻ ഷാൽ നോട്ട് ബി മെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് കൊടുക്കരുത്. ഡൊണേഷൻ എമൗണ്ട് 2000 മീതെയാണെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് ക്യാഷ് ആയിട്ടല്ല കൊടുക്കേണ്ടത്, അത് ബാങ്ക് ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ കൊടുക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ്, ഡൊണേഷൻ ഷാൽ നോട്ട് ബി ഗിവൺ ടു എനി പർട്ടിക്കുലർ റിലീജിയൻ. ഒരു പർട്ടിക്കുലർ റിലീജിയനോ കാസ്റ്റിനോ ക്രീഡിനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കോ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കരുത്, ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് 80G പ്രകാരം ഡിഡക്ഷൻ കിട്ടില്ല. സോ ഈ കണ്ടീഷൻസ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ദെൻ ഡിഡക്ഷൻ എത്രയാണ് കിട്ടുക, എത്ര എമൗണ്ട് ആണ് ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതിനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഡൊണേഷൻസിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 ഡൊണേഷൻ, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4, അങ്ങനെ 4 തരം ഡൊണേഷനുകളുണ്ട്. അതിൽ കാറ്റഗറി 1 ആണ് ഏറ്റവും കൂടുതൽ ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഡൊണേഷനുകളാണത്. അതുകൊണ്ട് തന്നെ കാറ്റഗറി 1 ഡൊണേഷനുകളിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100% ഓഫ് ഡൊണേഷൻ ആസ് ഡിഡക്ഷൻ വിത്തൗട്ട് എനി ലിമിറ്റ്. ലിമിറ്റ് ഇല്ല അവിടെ. ഡിഡക്ഷൻ എമൗണ്ടിന് ലിമിറ്റ് ഇല്ല. എത്രയാണോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്തത് അത് മുഴുവനും 100% നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഡിഡക്ഷൻ തുകയ്ക്ക് ലിമിറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ, യു ഡൊണേറ്റ് 50 crore rupees to category 1 donation. കാറ്റഗറി 1 പെടുന്ന ഒരു ഡൊണേഷനിലേക്ക് ഒരു ഏജൻസിയിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്തു വിചാരിക്കുക. 50 കോടി രൂപ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 50 കോടി രൂപ മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും 80G പ്രകാരം. ദാറ്റ് ഇസ് കാറ്റഗറി 1 ഡൊണേഷൻ. കാറ്റഗറി 1 ഡൊണേഷൻ ഏതൊക്കെയാന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് 100% കിട്ടുന്നത്. കാറ്റഗറി 1 നോക്കൂ, പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ഗവർണേഴ്സ് റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. അങ്ങനെ നാഷണൽ എന്നൊക്കെ എഴുതി കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം അത് 100% ഡിഡക്ഷൻ കിട്ടും. ദീസ് ആർ കാറ്റഗറി 1 ഡൊണേഷൻസ്. നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്കാണ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 100 കോടി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 കോടിയും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇതൊക്കെയാണ് കാറ്റഗറി 1 വരുന്ന ഡൊണേഷൻ. ഈ ഡൊണേഷനുകളിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഓഫ് ഡൊണേഷൻ എന്തായിട്ട് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദർ ഇസ് നോ ലിമിറ്റ്. കാറ്റഗറി 2 നോക്കിക്കോളൂ. കാറ്റഗറി 2 ഡൊണേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി 1 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ബാക്കിയുള്ള കാറ്റഗറികളെ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുന്നത്, you will get 50% of donation as deduction. ഡൊണേഷൻ എത്രയാണോ അതിന്റെ 50% നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ തുകയ്ക്ക് ലിമിറ്റ് ഇല്ല കേട്ടോ. നോക്കിക്കോളൂ, നിങ്ങൾ 50 crore rupees ആണ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് വിചാരിക്കുക, കാറ്റഗറി 2 ഡൊണേറ്റ് ചെയ്ത് വിചാരിക്കുക. അതിന്റെ 50% നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. 25 crore ഡിഡക്ഷൻ ആയിട്ട് കിട്ടി. കണ്ടോ, 25 crore. അത് എത്രയാണോ അത് മുഴുവൻ നിങ്ങൾക്ക്, 50% എത്രയാണോ അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഡൊണേഷന്റെ 50% എത്രയാണോ അത് മുഴുവനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അവിടെ ലിമിറ്റ് വെച്ചിട്ടില്ല. സോ കാറ്റഗറി 2 ഡൊണേഷൻ ഏതൊക്കെയാന്നുള്ളത് നോക്കിക്കോളൂ. കാറ്റഗറി 2 ഡൊണേഷൻ എന്ന് പറയുന്നത് അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം.
പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. എന്നാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് 100% കിട്ടില്ല. 50% ഓഫ് ഡൊണേഷൻ വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിന്റെ 50% നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും, വിത്തൗട്ട് എനി ലിമിറ്റ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ടിലേക്ക് നിങ്ങൾ എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ 50% ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് നിങ്ങൾ എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട്, ഇത് 4 പഠിച്ചു വെച്ചാൽ മതി. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ഇവർ ബന്ധുക്കളാണ്, അച്ഛനും മോളും മോനുമാണ്. സോ ഈ 4 എണ്ണത്തിലേക്ക് ഇത് കാറ്റഗറി 2 ഡൊണേഷൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേഷന്റെ 50%, അത് എത്ര വലിയ തുകയാണെങ്കിലും ശരി, അതിന്റെ 50% മുഴുവനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എന്നാൽ കാറ്റഗറി 3 ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാറ്റഗറി 3 ഡൊണേഷന്റെ പ്രത്യേകത വെച്ചാൽ യു വിൽ ഗെറ്റ് 100% ഓഫ് ഡൊണേഷൻ ആസ് ഡിഡക്ഷൻ, ബട്ട് വിത്ത് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. ദർ ഇസ് എ ലിമിറ്റ്, ഒരു ലിമിറ്റ് ഉണ്ട്. അതിനേക്കാൾ കൂടാൻ പാടില്ല. ഈ ഡൊണേഷന്റെ ഡിഡക്ഷന്റെ എമൗണ്ട് ഈ ലിമിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. അതാണ് കാറ്റഗറി 3യുടെ പ്രത്യേകത. ഡൊണേഷൻ എത്ര രൂപയാണോ ഡൊണേറ്റ് ചെയ്തത് അതിന്റെ 100% ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ ആ 100% ഓഫ് ഡൊണേഷൻ എന്തിനേക്കാൾ കൂടാൻ പാടില്ല? ഈ ലിമിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ലിമിറ്റ് വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഡിഡക്ഷൻ തുകയ്ക്ക് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ് ലിമിറ്റ് നോക്കിക്കോളൂ കേട്ടോ. ലിമിറ്റ് വിൽ ബി 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10%. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് എന്തൊക്കെ മൈനസ് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്യണം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർസ് മൈനസ് ചെയ്യണം. മാത്രമല്ല ചാപ്റ്റർ 6 പ്രകാരമുള്ള മറ്റ് ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, 80G അല്ലാതെ വരുന്ന മറ്റ് ഡിഡക്ഷൻസുകൾ, അതൊക്കെ മൈനസ് ചെയ്യണം. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് ആദ്യം മൈനസ് ചെയ്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്യണം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർസ് മൈനസ് ചെയ്യണം. മാത്രമല്ല 80G അല്ലാത്ത മറ്റ് ഡിഡക്ഷൻസുകളൊക്കെ മൈനസ് ചെയ്തതിന് ശേഷം അതിന്റെ 10% കാണാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈനസ് ചെയ്തതിന് ശേഷം 10% കാണാം. ആ 10% ആണ് ലിമിറ്റ്. അതിനേക്കാൾ കൂടാൻ പാടില്ല ഡിഡക്ഷൻ എമൗണ്ട്. സോ ദാറ്റ് ഇസ് ദ ലിമിറ്റ് ഇൻ കേസ് ഓഫ് കാറ്റഗറി 3 ഡൊണേഷൻസ്. കാറ്റഗറി 3 ഡൊണേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി യൂട്ടിലൈസ്ഡ് ഫോർ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൊണേഷന്റെ 100% നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. പക്ഷെ ആ 100% എന്തിനേക്കാൾ കൂടാൻ പാടില്ല? ലിമിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. ലിമിറ്റിനേക്കാൾ കൂടിയാൽ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കാറ്റഗറി 3 ഡൊണേഷൻ ആണ്. ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അത് 100% ഡിഡക്ഷൻ കിട്ടും, ലിമിറ്റ് ഉണ്ട് എന്നർത്ഥം. ദീസ് ആർ കാറ്റഗറി 3 ഡൊണേഷൻസ്. ഇനി കാറ്റഗറി 4 ഡൊണേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയോ. കാറ്റഗറി 4 ഡൊണേഷൻ എന്താണെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് 50% ഓഫ് ഡൊണേഷൻ ആസ് ഡിഡക്ഷൻ. ഡൊണേഷന്റെ 50% നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അവിടെയും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സോ ഡൊണേഷൻ എത്ര രൂപയാണോ അതിന്റെ 50% നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷേ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നു മാത്രമല്ല അവിടെ ഒരു ലിമിറ്റും കൂടി ഉണ്ട്. എന്താണ് ലിമിറ്റ്? നേരത്തെ പറഞ്ഞ അതേ ലിമിറ്റ് തന്നെ, ചെറിയൊരു വ്യത്യാസം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ചാപ്റ്റർ 6 പ്രകാരമുള്ള മറ്റ് ഡിഡക്ഷൻസുകളൊക്കെ കുറച്ചതിന് ശേഷമുള്ള തുകയുടെ 10% ഡിവൈഡഡ് ബൈ 2, അതാണ് ലിമിറ്റ്. അപ്പൊ ലിമിറ്റ് വീണ്ടും കുറഞ്ഞു, അപ്പൊ ഡിഡക്ഷൻ തുക വീണ്ടും കുറഞ്ഞു. സോ നേരത്തെ പറഞ്ഞ ലിമിറ്റിന്റെ പകുതിയാണ് ഇവിടുത്തെ ലിമിറ്റ്. സോ അതാണ് 4ാമത്തെ കാറ്റഗറി. ഏറ്റവും ചെറിയ ഡിഡക്ഷൻ കിട്ടുന്ന കാറ്റഗറി ഡൊണേഷൻസ് ആണ് കാറ്റഗറി 4 ഡൊണേഷൻ. ഇവിടെ ലിമിറ്റ് വളരെ കുറവാണ്, അതിനേക്കാൾ മീതെ ഡിഡക്ഷൻ പോവില്ല. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ ചാപ്റ്റർ 6 പ്രകാരമുള്ള മറ്റ് ഡിഡക്ഷൻസുകളും കുറച്ചതിന് ശേഷം ഉള്ള തുകയുടെ 10% ഡിവൈഡഡ് ബൈ 2, അതാണ് ലിമിറ്റ്. അതിനേക്കാൾ മീതെ ഡിഡക്ഷൻ പോവില്ല. സോ ദാറ്റ് ഈസ് കാറ്റഗറി 4 ഡൊണേഷൻ. കാറ്റഗറി 4 ഡൊണേഷൻ, ഇതൊക്കെയാണ് കാറ്റഗറി 4 ഡൊണേഷൻ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൊണേഷനാണ്. കാരണം നമ്മുടെ കണക്കിൽ മിക്കവാറും കാണുന്ന ഒരു ഡൊണേഷനാണ്. ലോക്കൽ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിക്കോ
ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കാറ്റഗറി 4 ഡൊണേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 50% ഓഫ് ഡൊണേഷനെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. മാത്രമല്ല ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യേണ്ട, അതിനേക്കാൾ മീതെ ഡിഡക്ഷൻ പോകാനും പാടില്ല. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, renovation of specified historic temples, mosques or churches, donation to the local college for the development of minority. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡൊണേഷൻ ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് കാറ്റഗറി 4 ഡൊണേഷൻ. ഡൊണേഷന്റെ 50% ഡിഡക്ഷൻ കിട്ടും, ലിമിറ്റും ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല. ഡിഡക്ഷൻ ഡൊണേഷൻ എത്ര വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഡിഡക്ഷൻ ആ ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല. ദിസ് ഈസ് കാറ്റഗറി 4 ഡൊണേഷൻ. ഈ 4 തരം ഡൊണേഷനുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ 4 തരവും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരും. അതിൽ ഇത് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്. ഈ 5 തരം ഡൊണേഷൻസിലും 80G പ്രകാരം നിങ്ങൾക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.